മേരി ജോണി. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ 2019 11 മാസം 6-ാം തീയതി ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയതാണ്. എൻ്റെ മകന് PhDക്ക് അഡ്മിഷൻ കിട്ടിയത് വലിയൊരു അത്ഭുതകരമായ മാതാവിൻ്റെ ഇടപെടൽ വഴിയാണ്. 2.5 വർഷമായിട്ട് PG, നെറ്റ്, സെറ്റ്, JRF എല്ലാം കിട്ടിയിട്ട് എൻ്റെ കുഞ്ഞിന് ഉന്നത പഠനത്തിനോ ഒരു ജോലിക്കോ സാധ്യത ഉണ്ടായിരുന്നില്ല. എൻ്റെ കുഞ്ഞിന് ഉന്നത പഠനത്തിനും പറ്റിയില്ല, ഒരു ജോലി സാധ്യത ഉണ്ടായില്ല. അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ യൂട്യൂബിൽ ഫോണിൽ മാതാവിൻ്റെ പടം ഇങ്ങനെ കണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. മാതാവേ, അമ്മയുടെ അടുത്ത് വന്ന് എനിക്ക് ഉടമ്പടി എടുക്കാനും എനിക്ക് സാധ്യമാക്കണമെന്ന്. 2 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് സാധ്യമായി. അന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ആദ്യ നിയോഗം എൻ്റെ മകന് ഒരു വഴി കാണിച്ചു കൊടുക്കണമെന്നായിരുന്നു. അത്ഭുതകരമായ രീതിയിൽ അമ്മ മാതാവ് ഇടപെട്ടു. അത്ര കാലം എന്നും തന്നെ ആ പ്രൊഫസറെ കണ്ടുകൊണ്ടിരുന്ന് നടന്ന എൻ്റെ ഭർത്താവ്, പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം 8-ാം ദിവസം എൻ്റെ ഭർത്താവ് ബസ് കാത്ത് നിൽക്കുമ്പോൾ ഈ പ്രൊഫസർ വന്ന് വണ്ടി നിർത്തുന്നു. ആ വണ്ടിയെ കയറുന്നു. മക്കൾ എത്രയുണ്ടെന്ന് ചോദിക്കുന്നു, മക്കളുടെ കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ മൂത്ത മകൻ ഇങ്ങനെയാണ്, അവന് ഇതെല്ലാം പാസ്സായിട്ട് PSC എഴുതിയിട്ട് കിട്ടുന്നില്ല, അവനെ എവിടെയെങ്കിലും പോയി ജോലി തേടിയിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞ് അവനോട് വഴക്കുണ്ടാക്കി. അവനെന്താ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ PhD എടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നത്. ഉടമ്പടി തൈലം നെറ്റിപ്പെടുത്തി പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയിൽ അമ്മയോട് മുട്ടിപ്പായിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു, അമ്മേ എൻ്റെ മകനൊരു വഴി കാണിച്ചു തരണമേ എന്ന്. ആ സാറിൻ്റെ ഗൈഡിനെ തന്നെ സാറ് പരിചയപ്പെടുത്തി തന്നു. തിരുവനന്തപുരത്തുള്ള ഇടുക്കിയിൽ കപ്പയും ചക്കയും കാന്താരിമുളകും തിന്നുകൊണ്ടിരുന്ന, ഒത്തിരി മാർക്കോ ഡിഗ്രിക്കോ PGക്കോ ഇല്ലാതിരുന്ന എൻ്റെ കുഞ്ഞിനെ അവിടെ തിരുവനന്തപുരത്ത് ഗൈഡിനെ കിട്ടി. വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ എൻ്റെ മകന് PhDക്ക് എഴുത്ത് പരീക്ഷ ഉണ്ടായിരുന്നു, GD ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഓരോന്ന് കഴിയും തോറും എൻ്റെ മകൻ എന്നോട് പറയും, അമ്മേ എനിക്കൊന്നും അറിയില്ലെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, മോനെ അമ്മ മാതാവ് കൂടെയുണ്ട്. ഉടമ്പടി കാശ് രൂപം മോൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടിട്ട് നെഞ്ചോട് ചേർച്ച് വെത്ത് എത്രയും തേള മാതാവ് ചൊല്ലിക്കോ, അമ്മ പറഞ്ഞു തരും എന്തൊക്കെ പറയണമെന്നുള്ളത്. അങ്ങനെ എൻ്റെ മകൻ വിശ്വസിച്ചു. എൻ്റെ മകൻ ആദ്യത്തെ എഴുത്ത് പരീക്ഷ പാസ്സായി. അത് കഴിഞ്ഞ് GDയിൽ കയറി കഴിഞ്ഞപ്പോൾ 4 സാറന്മാരുണ്ടായിരുന്നു. അവർ എൻ്റെ മകൻ കൊടുത്ത ആൻസർ കേട്ടപ്പോൾ ചിരിച്ചപ്പോൾ എൻ്റെ മകൻ വിചാരിച്ചത് കളിയാക്കിയതെന്നാണ്. പക്ഷേ കളിയാക്കിയതായിരുന്നില്ല. എൻ്റെ മകൻ്റെ നാവിലൂടെ മാതാവ് ആൻസർ കൊടുത്തപ്പോൾ ആ ആൻസർ കേട്ടപ്പോൾ അവർക്കുണ്ടായ സന്തോഷത്തെ ചിരിച്ചതാണെന്ന്. അങ്ങനെ എൻ്റെ മകൻ വീണ്ടും 4 മക്കളുണ്ട് ഇൻ്റർവ്യൂവിലൊക്കെയായി. ആ 4 മക്കളിൽ 1-ാം റാങ്കോടെ എൻ്റെ മകന് PhDക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. ആ ഇൻ്റർവ്യൂവിൽ 1-ാം റാങ്കോടെ പാസ്സായി. എൻ്റെ മകന് അമ്മ വലിയ അനുഗ്രഹം കൊടുത്തു. ഇന്ന് എൻ്റെ മകൻ 2.5 വർഷമായിട്ട് PhD ചെയ്തുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്ത്. അത് വെറുതെ അല്ല, എൻ്റെ മകന് ഒരു സ്റ്റൈഫൻറ്റോട് കൂടി 36,000 രൂപ സ്റ്റൈഫൻറ്റോട് കൂടിയാണ് എൻ്റെ മകൻ അവിടെ പഠിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ മകൻ ഒരു ചീട്ട് കളിക്കുന്ന ആളായിരുന്നു. 30 വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിച്ച് ചെല്ലുമ്പോഴേ എൻ്റെ ഭർത്താവ് ഒരു വലിയ ചീട്ട് കളിക്കാരനായിരുന്നു. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി ഉപ്പെടുത്ത് അവർ കാണാതെ അവരില്ലാത്ത സമയത്ത് ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഉടമ്പടി ഉപ്പ് വിതറിയിട്ട്, മാതാവേ ഇവിടെ ചീട്ട് കളിക്കാൻ കൂടുന്ന എല്ലാ മക്കളെയും, എൻ്റെ ഭർത്താവിനെ മാത്രം എല്ലാ മക്കളെയും ഈ വലിയ തിന്മയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന്. എൻ്റെ ഭർത്താവിൻ്റെ ചീട്ടുകളി മാത്രം മാറ്റി തരികയല്ല ചെയ്തത്, ആ ദേശത്തുനിന്ന് തന്നെ ചീട്ടുകളി എന്ന വലിയ തിന്മ മാതാവ് എടുത്തു മാറ്റി. വലിയ അത്ഭുതം എനിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ ദേശത്തിന് തന്നെ മാതാവ് തന്നു. അതുപോലെ തന്നെ എൻ്റെ 2ാമത്തെ മകൾക്ക് BEdന് അഡ്മിഷൻ കിട്ടാതെ പല കോളേജിലും വിഷമിപ്പിച്ചോട് അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ മകൾക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ വാങ്ങിത്തരണമെന്ന്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ലാസ്റ്റ് ആയപ്പോഴാണ് എൻ്റെ മകൾക്ക് ഏറ്റവും നല്ലൊരു കോളേജിൽ BEdന് അഡ്മിഷൻ മാതാവ് വാങ്ങിത്തന്നത്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു മകൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. മകൾ പഠനത്തിൽ വളരെ ഉഴപ്പുള്ള ആളായിരുന്നു. എങ്കിലും മാതാവിനോട് പറഞ്ഞു, അമ്മേ എൻ്റെ മകൾക്ക് നല്ലൊരു വിജയം തരണേ എന്ന്. അപ്പോൾ ഞാൻ ഇത്രയും കൂടി ഞാൻ പറഞ്ഞു, ഫുൾ A+ വേണ്ട അമ്മേ, കാരണം എൻ്റെ മകൾ അഹങ്കരിച്ചാലോ, ഒരു വിഷയത്തിന് ഇച്ചിരി മാർക്ക് കുറച്ച് തരണമെന്ന്. അത്ഭുതകരമായ എൻ്റെ പ്രാർത്ഥന അതേപോലെ തന്നെ മാതാവ് കേട്ടിട്ട് 9 A+ 1 Aയും തന്നെ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ചു. അതുപോലെ NCCയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഒത്തിരി ഫിസിക്കലി മെൻ്റലി എൻ്റെ കുഞ്ഞ് ഒത്തിരി പുറകോട്ടായിരുന്നു. അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയുടെ കാശുരൂപം മകളുടെ കയ്യിൽ ഞാൻ കൊടുത്തു വിട്ട് മകളോട് പറഞ്ഞു, അമ്മേ
മാതാവേ അല്ല മകളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചവൾ ഈ പറഞ്ഞ പോലെ എഴുത്ത് പരീക്ഷയും GD ഇൻ്റർവ്യൂവിലും എൻ്റെ മകൾ ഒന്നാമതായി NCCയിൽ പ്രവേശനം കിട്ടി.